എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന ബാലിനിട്ട് ഏറ്റവും വലിയ കളി കിട്ടുവാണ്. ബാലിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണിയാണ് ബാലിനിട്ട് കിട്ടുന്നത്. അത് ഉദയഭാനും ശ്രീകല എല്ലാം കൂടെ കൊടുക്കുകയാണ്. ബാലു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആനിതിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇത്ര പണം കൊടുക്കേണ്ടി വരുമെന്ന്. ഒരു 3-4 കല്യാണം നടത്താനുള്ള പൈസയൊക്കെ ബാലിൻ്റെ നിന്ന് പോവാണ്. പിന്നീട് ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളും കാര്യങ്ങളും കല്യാണ മേളവും ഒക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് മീനാക്ഷിയുടെ അമ്മ കാണാനായിട്ട് വരുവാണ്. ഈ സമയം മീനാക്ഷിക്ക് എന്തെന്നില്ല സന്തോഷം. മീനാക്ഷി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചിട്ട് അമ്മയോട് ബാമ്മേ അകത്തേക്ക് കയറി വരാൻ പറയണം. ഇത് കേട്ടതും അമ്മ പറഞ്ഞു, വേണ്ട മോളെ, ഞാൻ കയറി വരുന്നില്ല എന്ന് പറയാം. എനിക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകണമെന്ന് പറയാം. എന്താ അമ്മ എന്താ ഇപ്പൊ തന്നെ തിരിച്ചു പോകാനോ? ഇവിടം വരെ എന്നെ കാണാൻ വന്നിട്ട് എന്നോടൊരു വാക്ക് സംസാരിക്കാതെ അമ്മ ഇപ്പൊ തന്നെ തിരിച്ചു പോകാൻ പോവാണോ? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഇവിടെ എന്താ നിൽക്കണേ, അകത്തേക്ക് പോവാം, ഞാൻ ചായ എടുക്കാന്ന് പറയണം. വേണ്ട, ചായ ഒന്നും എടുക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല എന്ന് പറയണം. മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇവിടം വരെ വന്നിട്ട് വീട്ടിലൊന്ന് കയറാതെ പോകാന്ന് പറഞ്ഞാൽ അതും വീടിന്റെ വാതൊക്കെ നിന്നിട്ട്. അല്ലമ്പേ അച്ഛൻ എന്തെന്ന് ചോദിക്കാം. ഇല്ല, അച്ഛൻ വന്നിട്ടില്ല എന്ന് പറയണം. ആ സമയം കൃഷ്ണമംഗലത്തിൽ നിന്നും രാശ്രീ അങ്ങോട്ട് വന്ന് നോക്കി. ഓഹോ, ഇത് ഇവളുടെ അമ്മയാന്ന് തോന്നല്ലോ. രാശ്രീ അവിടെ നിൽക്കുവാണ്. എന്താ കാര്യം എന്നറിയണമല്ലോ. ഇവിടെ വരെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അകത്തേക്ക് കയറി പോകുന്നില്ല. അതിനർത്ഥം പിണക്കും ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് തന്നെ ഉള്ളതാണ്. അങ്ങനെ രാശ്രീ നോക്കി നിൽക്കുവാണ്. ആ സമയം മീനാക്ഷിയോട് പറഞ്ഞു, അത് ഞാനിപ്പോ വന്നേ വേറൊരു കാര്യത്തിന് വേണ്ടിയാന്ന് പറയണം. പിന്നീട് കയ്യിലുള്ള കവറും കാണിക്കുക. അല്ല ഇതെന്താ? ഇത് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച സ്വർണ്ണാഭരണങ്ങളാന്ന് പറയണം. ഇപ്പൊ എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നെന്ന് ചോദിക്കും. എപ്പോഴാണെങ്കിലും നിനക്കുള്ളല്ലേ, ഞാൻ തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇതിനു മുമ്പ് നിനക്കൊന്നും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് വേണ്ടി വാങ്ങിച്ചല്ലേ എന്നും പറഞ്ഞിട്ട് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കും. മീനാക്ഷി ചോദിച്ചു, അല്ല ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാവോ അമ്മയെന്ന് ചോദിക്കാം. ഇല്ല, അച്ഛനറിയില്ല എന്ന് പറയണം. വേണ്ടമ്മേ, എനിക്കിത് വേണ്ട, അച്ഛനറിയാതെ എനിക്കൊന്നും വേണ്ടാന്ന് പറയാം. അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിലും അമ്മയ്ക്കറിയാലോ എനിക്ക് ഈ സ്വർണത്തോടൊന്നും വലിയ കമ്പമില്ല എന്നുള്ള കാര്യം. അതല്ല മോളെ, എപ്പോഴാണെങ്കിലും നിനക്കുള്ളതല്ലേ, ഒറ്റ മോളല്ലേ ഉള്ളൂ. എനിക്കിത് വേറെ ആർക്കാ കൊടുക്കാനായിട്ടുള്ളേ, നിനക്കുള്ളതാ. ഇതിപ്പോ അച്ഛൻ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് വെച്ചോളാൻ പറഞ്ഞത് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുക. പിന്നെ നിനക്കറിയാലോ, ഇപ്പൊ എനിക്ക് അങ്ങോട്ട് കയറി വരാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്ന സ്ഥിതിയിലല്ല. നിന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. ഒന്നുമല്ലേലും ഞാനൊരു പെറ്റമ്മയല്ലേ, എന്റെ മനസ്സിന്റെ വേദന അത് നിനക്കിപ്പം മനസ്സിലാവല്ലോ. ഒരു പക്ഷേങ്കിൽ നിനക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവത്തുള്ളൂ. നിന്റെ വിചാരം നിന്നോട് എനിക്ക് ഇപ്പോഴും ദേഷ്യം ഉണ്ടെന്നാ. പക്ഷെ എന്റെ മനസ്സിൽ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. നീ നന്നായിട്ട് ജീവിക്കുന്ന കണ്ടാ മതി. നീ നന്നായിട്ട് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെക്കാളും കൂടുതലായിട്ട് നിന്റെ അമ്മായിമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കണ്ണ് നിറഞ്ഞു മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും മീനാക്ഷി ആ കയ്യിലേക്ക് കയറി പിടിച്ചു. അമ്മയെന്ന് പറഞ്ഞിട്ട്, സാരമില്ല, എപ്പോഴെങ്കിലും നിന്റെ അച്ഛൻ്റെ മനസ്സ് മാറുവാണെങ്കിൽ ഞങ്ങൾ വരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും മീനാക്ഷിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകി. ഗോമതി ഒന്ന് ആശ്വസിപ്പിച്ചു, സാരമില്ല, അമ്മ ഇവിടം വരെ മോളെ കാണാൻ വന്നല്ലോ, അതന്നെ ഒരു ഭാഗ്യല്ലേ നിൽക്കും. അത് ശരിയാ, എല്ലാത്തിനും കാരണം എൻ്റെ അമ്മയാ എന്നും പറഞ്ഞിട്ട് ഗോമതിനെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മ ഒരു പക്ഷെ പോയി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ അമ്മ ഇങ്ങോട്ട് വരുമായിരുന്നു ചോദിക്കുക. മിത്ര പറഞ്ഞു, ചേച്ചിക്ക് ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, നിനക്കറിയാലോ, അന്നാണെങ്കിലും എനിക്ക് ഇതിനോടൊന്നും അത്ര കമ്പമില്ല. എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വരൂപിച്ചു വെച്ച കാര്യങ്ങൾ ഇതൊക്കെയെന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് കയറി പോവാ. ആ സമയം ഇതെല്ലാം കണ്ടുകൊടുന്ന രാശ്രീക്ക് മനസ്സിലായി, കൊണ്ടാ കൊടുത്തത് സ്വർണ്ണം എന്തോ കവറിനകത്ത് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് എലുമ്പത്തിന് മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങുന്നു. മുത്തശ്ശനെ കണ്ട രാശ്രീ പറഞ്ഞു, ഓരോരുത്തർക്ക് അടുത്ത് കൂടിയിട്ടുണ്ടെന്ന് പറയണം. ആര്? അപ്പുറത്തുണ്ടല്ലോ, ആ മീനാക്ഷിയുടെ അമ്മ കാണാൻ വന്നിട്ടുണ്ട് അവളെ. പക്ഷെ ഒരു കാര്യമുണ്ട്, പെരയ്ക്കകത്തേക്കൊന്നും കയറിപ്പോയില്ല, വഴക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടോണ്ട് നന്ദിനി അങ്ങോട്ട് വരുന്നേ. അല്ല, നിനക്കത് എങ്ങനെ മനസ്സിലായി? ആ സംസാരം കേട്ടാൽ അറിയാലോ. അല്ലെ പിന്നെ വീടിനകത്തേക്ക് കയറണ്ടല്ലേ? വീടിനകത്തേക്ക് ഒന്നും കേറിട്ടില്ല, ഇപ്പോഴും ദേഷ്യം മാറിയിട്ടൊന്നുമില്ല. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഇപ്പോഴെങ്കിലും വന്നല്ലോ, വീണ്ടും മുറ്റത്ത് നാളും വർത്താനം പറഞ്ഞല്ലോ, അത് തന്നെ ഒരു സമാധാനം. പാവം ആ പെങ്കൊച്ച്, അതിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഓടി ഇറങ്ങി പോരുമ്പോ ഓർക്കണം, ഇതൊക്കെ ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പനുണ്ട് അമ്മയുണ്ടെന്ന് ചിന്തയൊന്നും ഇല്ലാതെ പോന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാശ്രീ കുറ്റപ്പെടുത്തുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദിത പറഞ്ഞു, ഇങ്ങനൊന്നും പറയില്ല ജയശ്രീ എന്നൊക്കെ പറഞ്ഞു. ഓ, ഇപ്പൊ ഏട്ടത്തിക്കൊക്കെ പറയാലോ, ഏട്ടത്തിന് മോളൊരുത്തി അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരെ കുറിച്ച് പറയുമ്പോ ഏട്ടത്തിക്ക് ഭയങ്കര സെന്റിമെന്റ്സും കാര്യങ്ങളും. പക്ഷെ എന്നെ സംബന്ധിച്ചത് അങ്ങനെയല്ല എന്നൊക്കെ പറയാം. രാശ്രീ അങ്ങോട്ടേക്ക് കയറിപ്പോയി. പിന്നീട് ആകാശ് വൈകുന്നേരം വരുവാണ്. ആകാശ് വൈകുന്നേരം വന്നപ്പോ
മീനാക്ഷി തന്റെ അമ്മ വന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശിന് സന്തോഷമായി. പിന്നീട് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, അതെ നിനക്കറിയാലോ, ഒരിക്കലും നിന്റെ സ്വത്തോ പണോ ഒന്നും കണ്ടില്ല മീനു നിന്നെ ഞാൻ സ്നേഹിച്ചേ. അതെനിക്കറിയാലോ ആകാശേട്ടാ. പിന്നെ തന്നപ്പോ പിന്നെ എനിക്കിത് വാങ്ങി വെക്കാതിരിക്കാൻ പറ്റില്ലോ. എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ, ഞാനെന്തിനാ വാങ്ങാതിരിക്കണേ, അതുകൊണ്ടാ വാങ്ങിയെന്നും പറഞ്ഞോണ്ട് നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നീ ഇത് അമ്മയുടെ കൊണ്ട് കൊടുക്ക്, അമ്മയെ എടുത്ത് വെക്കട്ടെ എന്ന് പറയണം. അത് ശരിയാ എന്നും പറഞ്ഞിട്ട് ഗോമതിയിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് അമ്മ ഇതെടുത്ത് വെച്ചോ, എനിക്കൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതിയെ കൊണ്ടേ കൊടുക്കണം. ഗോമതി അത് കൊണ്ടേ വെച്ചു. പിന്നീട് ബാലനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അല്ല തുണിയെടുക്കാൻ പോകണ്ടേന്ന് ചോദിക്കുക. എല്ലാവർക്കും വേണ്ടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ, അപ്പൊ അവരോടും കൂടെ പറയണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, അത് വേണോ വെച്ചാ, അവരോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ ബാലൻ ഉദയഭാനെ വിളിക്കുകയാണ്. ഉദയഭാനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ കല്യാണത്തിന് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറയണം. അതിനെന്താ ബാല, നമുക്ക് പോയേക്കാലോ എന്ന് പറയണം. എന്നാന്ന് തീരുമാനിച്ചാൽ മതി, കാര്യം ചെയ്യാം, തിങ്കളാഴ്ച നമുക്ക് പോയേക്കാന്ന് പറയാം. ശരി എന്നൊക്കെ പറയാം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു നേരെ ശ്രീകലയുടെ അടുത്തേക്ക് വന്നു. എടി ശ്രീകലെ, ആകെപ്പാടെ പ്രശ്നമായെന്ന് തോന്നേ, ഡ്രസ്സ് എടുക്കാനായിട്ട് അവര് വിളിച്ചിട്ടുണ്ടെന്ന് പറയാം. അതിന് നിങ്ങളെന്തിനാ മനുഷ്യ പേടിക്കണേ? എടി അതല്ല, നമ്മുടെ ഈ 5 പൈസ ഉണ്ടോ, നമ്മൾ എവിടുന്ന് പൈസ ഉണ്ടാക്കും? അതാണ് കാര്യം. പെണ്ണിനുള്ള ഡ്രസ്സ് എടുക്കേണ്ട ആരാ? ചെറുക്കന്റെ ചുമതലയല്ലേ, പിന്നെ നമുക്കെന്താ കുഴപ്പം? നമുക്കങ്ങനെ കൈ കഴിയിക്കാൻ പറ്റില്ല. പെണ്ണിനുള്ള ഡ്രസ്സ് അവരെടുത്തു കഴിയുമ്പോ ചെറുക്കനുള്ള ഡ്രസ്സ് നമ്മൾ എടുക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല, അവര് ബില്ലടച്ചോളും, അതൊക്കെ അവരെ കൊണ്ട് നൈസ് നമുക്ക് ചെയ്യിക്കാന്ന് പറയാം. അവസാനം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നാണം കിടലെന്ന് പറയണം. അതൊന്നും ഇല്ല, അതൊക്കെ വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ശ്രീകലക്കറിയാം. ശ്രീകലനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയത്തില്ലാത്തോണ്ടാന്ന് പറയാം. അത് കേട്ടതും അല്ല, നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണം. ഇത് കേട്ട് ഉദയഭാനു പറഞ്ഞു, അവസാനം നാണം കെടുത്തില്ലെന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, അറിയാലോ, ഇപ്പൊ തന്നെ കല്യാണക്കാര്യങ്ങളെല്ലാം അവരായിരിക്കും നോക്കണേ. അച്ഛനും അമ്മയും അവസാനം കൈയൊഴിയുമെന്ന് എനിക്കറിയാം. പാവ, അധികം വലിയ കടയിലൊന്നും കയറണ്ടെന്ന് പറയണം, ചെറിയ കടയിൽ കയറിയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണേ എന്ന് ശ്രീദേവി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു. ശ്രീകല പെട്ടെന്ന് പറയാം, അതെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഉള്ള കടയിൽ കയറണമെന്ന് പറയാം. അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. എങ്ങാനും അവര് പൈസ കൊടുക്കാതെ വന്നിട്ടുണ്ടെങ്കിലേ അറിയാലോ, ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഇല്ലാന്ന് പറയാ. നീ ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ഈ സമയം ആനന്ദന് മനസ്സിൽ ആകെപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കല്യാണം 3 ദിവസം ഉള്ള ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വരുവാണ്. എന്താണ് മോനെ, നിന്റെ മുഖത്ത് എന്തായാലും വിഷമം എന്താന്നൊക്കെ ചോദിക്കുക. ഒന്നുമില്ല, എനിക്കറിയാം, ഇനി കല്യാണം 3 ദിവസം നടത്താത്തതിന്റെ കുഴപ്പമാണെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഒരു കാര്യം ചെയ്യാം, നിന്റെ ആഗ്രഹം പോലെ തന്നെ 3 ദിവസം മൈലാഞ്ചിയോ മെഹന്തിയോ എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, പൈസ എത്രയായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അത്ര വിപുലമായിട്ട് നടത്തിയില്ലെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരെ കണ്ട് കുറച്ചുകൂടെ പൈസ താഴ്ത്തി ചോദിക്കുക, കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറയണം. പിന്നീട് ആകാശ് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീൽ ചെയ്യുവാണ്. അത്ര വലിയ ആർഭാടം അല്ലെങ്കിലും ഒരുമാതിരി സെറ്റപ്പോട് കൂടിയിട്ട് 40 ലക്ഷം രൂപ അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്രയും വേണ്ട, കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ കുറച്ച് പൈസ, അതിനുള്ള രീതിയുള്ള 3 ദിവസത്തെ കല്യാണം. അങ്ങനെ അവസാനം തീരുമാനമായി. അങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. പൈസ കൊടുക്കണം. പൈസ കൊടുക്കാണ്ട് ബാലനിങ്ങനെ ആലോചിക്കുകയാണ്. ആലോചിച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും ഗോമതിയും കൂടെ വന്നു. എന്താ ബാലേട്ടൻ എന്താ ആലോചിക്കണമെന്ന് നിൽക്കുക? ഒന്നുമില്ല, എനിക്കറിയാം ബാലേട്ടന്റെ മനസ്സിൽ എന്തോ കാര്യമുണ്ട്. കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാ. കല്യാണം ഇങ്ങോട്ട് വരുമല്ലേ ഗോമതി, അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാൻ ബാലേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അത്ര വലിയ രീതിയിലൊന്നും നടത്തണ്ടല്ലോ എന്ന് പറയണം. എന്നാലും അതല്ലല്ലോ, ആനന്ദിന്റെ ആഗ്രഹം പോലെ നമുക്ക് നടത്തണ്ടേ, ആദ്യത്തെ കല്യാണം അല്ലേന്ന് ചോദിക്കാം. പിന്നീട് ബാലൻ എന്ത് ചെയ്യുവാണ്, പലിശക്കാരനെ പോയി കാണുവാണ്. പലിശക്കാരനെ കണ്ടിട്ട് അയാളുടെ ലക്ഷങ്ങൾ കടം മേടിക്കുകയാണ്. കാരണം ഡ്രസ്സ് എടുക്കണം, കല്യാണം നടത്തണം, 3 ദിവസത്തെ കല്യാണമാണ്. അപ്പൊ അതിനുള്ള പൈസ വേണം. അപ്പൊ ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ ഒരു മിനിമം 1 ലക്ഷം രൂപ നിൽക്കുന്ന തരത്തിലുള്ള ഡ്രസ്സൊക്കെ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം കൂടി ഒരു 10-15 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം തന്നെ നിർത്തണം കാര്യങ്ങളെല്ലാം. അതിൽ കൂടുതൽ ഓവറായിട്ട് പോയിട്ട് പാടില്ല. അപ്പൊ അത്രയും പൈസ വേണം. അപ്പൊ കുറെ പൈസ കയ്യിലുണ്ട്, ബാക്കി കടം മേടിക്കാൻ നിർത്ത് പലിശക്കാരൻ്റെ നിന്ന് കടം മേടിച്ചു. അയാൾ പറഞ്ഞു, ബാലേട്ടനായതുകൊണ്ടാ തരുന്നേ, അറിയാലോ, കൃത്യം പലിശയും കാര്യങ്ങളൊക്കെ തരണം, ഇതൊക്കെ ഞാൻ തന്നോളാം എന്നൊക്കെ പറയണം. പിന്നെ ബാലൻ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ട മുഖം വല്ലായിരിക്കണം നിൽക്കേ? ഒന്നും ഇല്ല എന്നൊക്കെ പറയണം. അപ്പൊ നാളെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണ്ടേന്ന് ചോദിക്കണം. അതെ, നാളെ ഡ്രസ്സ് എടുക്കാൻ പോകണം. ആനന്ദ് കടയിലേക്ക് പോയിക്കോളൂല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് പറയണം.
അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പോണ സമയത്ത് ഉദയഭാനു വിളിച്ചിട്ട് പറഞ്ഞു, അതെ കടയുടെ പേരൊക്കെ പറയണം, ഏറ്റവും വലിയ കടയുടെ പേര് തന്നെയാണ് പറയണേ. ഇത് കേട്ടപ്പം ബാലൻ ഗോമതി പറഞ്ഞു, അല്ല കടയിലേക്ക് പോകണോന്ന് ചോദിക്കാം. അതെന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞേ? പോയിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡും കൂടെ നോക്കണ്ടേ. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് മാത്രം നോക്കിയാൽ പോരല്ലോ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, വലിയ വലിയ കടയിലേക്കല്ലേ പോണേന്ന് ചോദിക്കാം. അത് ശരിയാ എന്ന് പറയണം. അങ്ങനെ അവർ കടയിലേക്ക് പോയി കയറി ഡ്രസ്സ് എടുക്കാനായിട്ട് ചെല്ലുവാണ്. ആദ്യം കല്യാണ സാരിയാണ് സെലക്ട് ചെയ്യുന്നത്. കല്യാണ സാരി സെലക്ട് ചെയ്യാനായിട്ടിരുന്നു. അങ്ങനെ ബാലനും ഗോമതി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അതെടുത്ത് പതുക്കെ ബാലൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ വില 55,000 60,000 രൂപ. ഇത്രയും പൈസയോ ദൈവമേ, ഇത്രയും പൈസക്കുള്ള സാരിയൊക്കെ എടുക്കണോ? ഇനിയിപ്പം അവര് എടുക്കുന്ന, എന്നാലും ബാലിന് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബാലിന് ഓർത്തു ഇനിയിപ്പോൾ ആരെടുത്താലും ഇത്രയും വലിയ പൈസയുടെ ഡ്രസ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പൊ ഇച്ചിരിയുടെ വില കുറഞ്ഞ ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ബാലൻ പറഞ്ഞിട്ട് കാര്യം ചെയ്യും, ഇത് ഇവിടുന്ന് എടുക്കണ്ട അപ്പുറത്തേന്ന് എടുക്കാന്ന് പറയണം. അപ്പൊ അയാളോട് പറഞ്ഞു, പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു 20,000 രൂപയുടെ അത്രയുള്ള സാരിയൊക്കെ എടുത്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് മാറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നോക്കിയപ്പോൾ അത് അതിനേക്കാളും വില കൂടിയതാ. പിന്നീട് കുറച്ച് അപ്പുറത്തേക്ക് മാറി. അവിടെ ചെന്ന് ബാലൻ നോക്കിയപ്പോൾ 10,000 രൂപ. 10,000 രൂപയുള്ളൂ ഇവിടെ നിന്ന് എടുത്തോളാൻ പറയണം. അങ്ങനെ അവർ സാരി സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഈ സമയം മീനാക്ഷി നോക്കിക്കഴിഞ്ഞപ്പോൾ 1,00,000 രൂപ സാരിക്ക്. 1,00,000 രൂപയോ? എന്റെ ഭഗവാനെ, അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാ ഇവിടെ നിന്ന് എടുത്തോളം പറഞ്ഞ 55,000 പോലും വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ വന്ന് എടുക്കാനായിട്ട്. അച്ഛൻ ഇനിയിപ്പോൾ കൊടുത്തോളായിരിക്കും, അല്ല ഇനിയിപ്പം അവരെല്ലാം എടുക്കണം, അതുകൊണ്ടായിരിക്കും. ഇപ്പം പൈസ കൊടുക്കുന്ന ബാലനാന്നൊരു ചിന്തയൊന്നും ആരുടെ മനസ്സിലേക്ക് അങ്ങനെ വരുന്നില്ല. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുമ്പോൾ പകുതി പൈസ കൊടുത്ത് അവരും കൊടുക്കും, പകുതി പൈസ ഇവരും കൊടുക്കും, അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ ആ ഒരു രീതിയാണല്ലോ എന്ന് ഓർത്തോണ്ട ബാലിന് വരുന്നേ. പക്ഷെ മീനാക്ഷി ആ പ്രൈസ് കണ്ടു. മീനാക്ഷി ഓർത്ത് അച്ഛനിത് എന്ത് പറ്റിയെന്ന് ഓർത്തു. അങ്ങനെ അവിടെ ഒന്ന് സാരി സെലക്ട് ചെയ്യണം. 1,00,000 രൂപയുടെ കല്യാണ സാരി തന്നെ. മീനാക്ഷി മിത്രയോട് പറഞ്ഞു, ദൈവമേ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ എല്ലാവർക്കും ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ബില്ല് കൊണ്ടുവന്ന് ഉദയഭാനുന്റെ കയ്യിലേക്ക് കൊടുക്കണം. ഈ സമയത്ത് ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകല ബില്ല് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. എത്രയാ? ഒത്തിരി ഒന്നുമില്ല, ഒരു 3,00,000 രൂപയാന്ന് പറയണം. കൊള്ളാലോ, നീ ഒരു കാര്യം എന്തേലും ചെയ്യാൻ പറയണം, ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. പിന്നീട് ഉദയഭാനും കൂട്ടിക്കൊണ്ട് ബാലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കേണ്ട ആൺവീട്ടുകാരുടെ ചുമതലയാണ്, ചെറുക്കൻ വീട്ടുകാരാണ് എടുത്തു കൊടുക്കേണ്ട പെൺവീണ്ട. കാരണം കല്യാണത്തിന് മാത്രമല്ല മെഹന്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അവർക്കെല്ലാം ഉള്ള ഡ്രസ്സുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഇത്രയും പൈസയായി. അപ്പം ബില്ല് നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് പറയണം. ഇത് ഒട്ടും ബാലൻ പ്രതീക്ഷിച്ച കാര്യമില്ല. കാരണം പകുതി പൈസ അങ്ങനെയാ ഉദ്ദേശിച്ചത്. ബാലിന്റെ കയ്യിലേക്ക് ഉദയഭാനും ബില്ലും കൊടുത്തു. ബാലൻ മേടിച്ച് നോക്കി, ബാലിന്റെ കണ്ണ് തള്ളിപ്പോയി. 4,00,000 രൂപ അടുത്ത് ബില്ലായിരിക്കുന്നു ഡ്രസ്സ് എടുത്തതിന് തന്നെയായിട്ട്. എന്റെ ഭഗവാനെ, ഇതെങ്ങനെ അടിക്കും? പെട്ടെന്ന് ആകാശ് ചോദിച്ചു, എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്താ എത്രയായി ബില്ലെന്ന് ചോദിക്കണം. ബില്ല് കാണിക്കുകയാണ്. ദൈവമേ, ഇത്രയും പൈസയോ? ഇത്രയും പൈസ. അപ്പോഴാണ് ബാലൻ ആ സാരിയുടെയൊക്കെ വില നോക്കുന്നത്. 1,00,000 രൂപ. 10,000 രൂപയെന്ന് ഓർത്ത് താൻ കണ്ടത് 1,00,000 രൂപയായിരുന്നു. കണ്ണ് തള്ളിപ്പോയി ബാലന്റെ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ബില്ലടച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിക്കണമല്ലോ, ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് പറയണം. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, ഇന്നെല്ലാം ചെറുക്കൻ ഡ്രസ്സ് എടുക്കുന്ന ദിവസം ചെറുക്കൻ്റെ വീട്ടുകാരുടെ ചെലവുകൾ അവർ വേണം, പെണ്ണിന്റെ വീട്ടുകാർക്ക് ഫുഡും കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുക്കണ്ടേന്ന് പറയണം. എന്തായാലും പറയാൻ പറ്റുമോ? ഗോമതി ബാലിനെ ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് ഒരു കടയിലേക്ക് കയറി. അത്യാവശ്യം നല്ല കടയായിരുന്നു. അവിടെ അവർക്ക് വേണ്ടുന്ന എല്ലാം അവർ വാങ്ങി കഴിക്കുകയാണ്. അവിടുത്തെ ബില്ലും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാലിനൊരു പരുവായി പോയി. അങ്ങനെ എല്ലാം മേടിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബാലൻ തകർന്നു പോയി. ഈ സമയം ഗോമതി പറഞ്ഞു, എന്റെ ബാലേട്ട എന്താ എത്ര രൂപയുടെ ബില്ലാ വന്നേന്ന് ചോദിക്കണം. മീനാക്ഷി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛനോട്, ആ സാരി എടുത്ത് കണ്ട് അച്ഛൻ 10,000 രൂപ എന്ന് കണ്ട് പറഞ്ഞു. 1,00,000 രൂപയുടെ സാരിയൊക്കെയാ. അത് കേട്ടതും ഗോമതി പറഞ്ഞു, ഇത്രയും നാളായിട്ടും എനിക്ക് ഇതിന്റെ 4-1 വിലയുള്ള സാരി മേടിച്ചു തന്നിട്ടുണ്ടോ? ഏറ്റവും കൂടി പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയുടെ മേടിച്ചു തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇപ്പൊ ആണ്ടെ എത്ര രൂപയുടെ സാരി മേടിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. അതേടാ, അതെ നിന്റെ ഭാര്യയൊക്കെ കൊടുക്കാനുള്ള സാരിയെ, എന്നാലും ഇതിനുള്ള പൈസ വേണ്ടെന്ന് ചോദിക്കുക. ഇത് മാത്രമല്ല, ഇനി കല്യാണം നടത്താനായിട്ട് വേറെ പൈസ വേണം. അതിനൊക്കെ ആയിട്ട് ഇനി എന്ത് ചെയ്യും ബാലേട്ടെന്ന് ചോദിക്കണം. അപ്പൊ പലിശയ്ക്ക് മേടിച്ച കാര്യമൊന്നും ഈ പറയുന്ന അവർക്കാർക്കും അറിയത്തില്ല. ആരോടും പറയരുന്ന് ബാലൻ പറയുകയും ചെയ്തു ആ പലിശക്കാരനോട്, താൻ ഇങ്ങനെ പൈസ കടം മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ സമയം ഉദയഭാനു ശ്രീകലയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. എന്തെന്നില്ല സന്തോഷമായിരുന്നു ശ്രീകലയൊക്കെ സാരിയൊക്കെ എടുത്ത് നോക്കുവാണ്. ശ്രീദേവി പറഞ്ഞു, എന്നാലും ഇത് വലിയൊരു ചതി കേട്ടോ അമ്മ ചെയ്തിരിക്കുന്നു പറയണം. എന്ത് ഇത്രയും പൈസയൊക്കെ അവരെ കൊണ്ട്
കഷ്ടമുണ്ട് കേട്ടോ. അവർക്ക് ഒത്തിരി പൈസ ഒന്നും ഇല്ലാത്തതാണെന്ന് അറിയാലോ. പിന്നെ ബാലന്റെ കയ്യിലാ പൂത്ത പൈസ ഉണ്ടെന്ന് പറയണം. നമ്മുടെ ചതി എങ്ങനെ അവർ തിരിച്ചറിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കിട്ടിയ സമയം നമ്മൾ മാക്സിമം അങ്ങോട്ട് വിനിയോഗിക്കണം എന്നൊക്കെ പറയണം. അവസാനം ശ്രീദേവിക്ക് അങ്ങ് സങ്കടം വന്നു. താൻ ആനന്ദേട്ടനോടും കുടുംബത്തോടും ചെയ്യുന്ന ചതിയാണല്ലോ എന്നൊരു ചിന്ത. പക്ഷെ ബാലനാണെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷനായിരുന്നു. അങ്ങനെ എന്തൊക്കെ വന്നാലും കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ മെഹന്തി കല്യാണത്തിന്റെ ആഘോഷങ്ങളെല്ലാം പൊടി പിടിച്ച് ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ഇനി അവസാനം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ബാലന് ആ ചതി മനസ്സിലാകുന്നത്. ഉദയഭാനു ആരാത് എന്താന്നും അവസാനം രാമേട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ്. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നത്.